ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനു സൂര്യനാരായണൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു മാവില് ഞാനിവിടെ 5 ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 5 അല്ല, നമുക്ക് യഥേഷ്ടം ബജ്ജി ഉണ്ടാക്കാം. അപ്പൊ എല്ലാ ബജ്ജിക്കും നമുക്ക് ഒരേ കോമ്പിനേഷനാണ്, അതായത് ഒരേ മാവിൽ തന്നെയാണ് നമുക്ക് ഇത്രയും ബജ്ജികളെല്ലാം ഉണ്ടാക്കുന്നത്. ഒരേ മാവിൽ തന്നെയാണ്. അപ്പോൾ ഞാനിന്നിവിടെ 5 ബജ്ജികളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പോയി ഫുള്ളായിരുന്നു കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പോളം കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. ഇത് നമുക്ക് കളറിനാണ്, എരിവൊന്നും അത്ര ഉണ്ടാവില്ല. കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്കിത് ആഡ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് വെള്ളം പോലെ ആവരുത്. നമുക്ക് ഈ ഓരോ സാധനങ്ങളും നമുക്ക് മുക്കിയെടുക്കുന്ന അത്രയും കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് എടുക്കാൻ. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യം അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ഈ ഒരു പരുവമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് എടുത്താലും ഫുള്ളായിട്ട് ഒഴിച്ചില്ല. ഓരോ സ്ഥലത്തും കിട്ടുന്ന കടലമാവിൻ്റെ രീതി പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിനി ആദ്യം മുളക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മുളക് 3 ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് കുറച്ച് പുളി ആവശ്യമാണ്. പുളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യുക. ഇനി ഒരു മുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തേച്ചങ്ങോട്ട് കൊടുക്കണം. അതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇവിടെ വയ്ക്കാം. അതേപോലെ ഈ മുളകിനെയും എടുത്ത് നമുക്ക് പുളിയെടുത്ത് ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇനി അതേപോലെ നമുക്ക് വാഴയ്ക്കും അതേപോലെ മുറിച്ച് ബജ്ജി ഉണ്ടാക്കാം. വാഴയ്ക്ക മുറിക്കുമ്പോൾ എപ്പോഴും തിക്കിൽ മുറിക്കരുത്, നല്ല തിന്നായിട്ട് മുറിക്കണം. ഇനി നമ്മൾക്ക് മുട്ട, സവാള ഇത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് ഇത് നമുക്ക് അതേപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് എല്ലാം മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം മുക്കിയെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇനി മുട്ട ബജ്ജി ഇടാം. ഇനി വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. വാഴയ്ക്ക ബജ്ജി റെഡി. ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം.
ബജ്ജി റെഡി. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ബജ്ജി ബജ്ജി സംഭവം അടിപൊളിയായിട്ടില്ലേ? കണ്ടോ, ഒരേ മാവിൽ നമുക്ക് 5 അല്ലാതെ ഇഷ്ടം പോലെ ബജ്ജികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കട്ടോ. തന്നെ ഉള്ളി ബജ്ജിയാണോ? സൂപ്പർ. ഞാൻ പറയുന്നില്ല, എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ബജ്ജികൾ ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് സമയം എടുക്കും, അയ്യോ എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു മാവ് കുഴച്ചാൽ മതി. ഇഷ്ടംപോലെ ബജ്ജികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കണൊക്കെ അടിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനു സുരേന്ദ്രൻ, സൈനിങ് ഓഫ്.